എന്നെ കണ്ടപ്പോൾ ഒരു ദൈവമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, മനുഷ്യനാണെന്നല്ലേ തോന്നുന്നത്. അപ്പം ഞാനത് മെയിൻറ്റെയിൻ ചെയ്യാണ്. കാരണം അതിൽ വലിയൊരു ഡേഞ്ചറുണ്ട്. ഈ ആൾ ദൈവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ രണ്ട് രീതിയിൽ ഡേഞ്ചറുണ്ട്. ഒന്ന്, ആ പേഴ്സണാലിറ്റി തന്നെ കുറച്ച് കഴിയുമ്പം ഈഗോ അങ്ങോട്ട് കൂടും. ഈഗോ അങ്ങോട്ട് കൂടിയിട്ട് ഞാൻ പറയുന്ന എല്ലാം ശരിയാണ് എന്നുള്ളൊരു അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സ്പിരിച്വൽ ജേണി തന്നെ തീർന്നു. രണ്ടാമത്, പിന്നെ ഞാൻ പറയുന്ന ടീച്ചിങ്സിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് എൻ്റെ പേഴ്സണാലിറ്റി ആയിട്ട് മാറും. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നുണ്ട്, ഞാനല്ല ഇമ്പോർട്ടൻ്റ്, ഞാൻ പറയുന്നത് എന്താണ് അതിൽ ശ്രദ്ധിക്കുക. കാരണം എന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡെലിബറേറ്റ് ആയിട്ട് അങ്ങനെ ഒരു ഫിഗർ. പക്ഷെ എന്നാലും ചിലപ്പോൾ അങ്ങനെ ആയിപ്പോവും. കാരണം നമ്മുടെ ഇന്ത്യയിലെ കൾച്ചർ അങ്ങനെയാണ്. ഒരാളുടെ എന്തെങ്കിലും കപ്പാസിറ്റീസ് ഉണ്ടെങ്കിൽ അതൊരു ഡിവൈൻ ആണെന്ന് വർഷിപ്പ് ചെയ്യുന്ന ഒരു ഫീലിംഗ്, ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. പക്ഷെ എത്രത്തോളം പറ്റുമോ അത്രയും അവോയ്ഡ് ചെയ്യാനായിട്ടാണ് എൻ്റെ ശ്രമം. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്, എന്താണ് ഹിന്ദുയിസത്തിലേക്ക് അട്രാക്ട് ചെയ്ത ഫാക്ടേഴ്സ്? ഒന്ന്, ഈ ഞാൻ പുനർജന്മം എന്ന് പറയുന്നുണ്ടല്ലോ, അത് പലർക്കും ഒരു തിയറിയാണ്. പക്ഷേ എനിക്കത് തിയറി അല്ല, അതെൻ്റെ ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനിത്, ഈ ജന്മത്തിൽ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ ഒരാൾ ജനിക്കുകയാണെങ്കിൽ, സപ്പോസ് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇതിനു മുമ്പുള്ള ജന്മത്തിൽ അയാൾ ഏത് ഇതിലാണ് ജനിച്ചതെന്ന് എങ്ങനെ പറയും? എന്ന് വെച്ചാൽ എപ്പോഴും ബ്രാഹ്മണനായിട്ട് തന്നെ വരുമോ? എപ്പോഴും ക്രിസ്ത്യനായി? എന്നാൽ പിന്നെ ആ റീബർത്തിൻ്റെ തിയറി അങ്ങ് തീർന്നു കഴിഞ്ഞു. അങ്ങനെ പറ്റില്ല. അതല്ലെങ്കിൽ പിന്നെ ബുദ്ധിസ്റ്റ് പറഞ്ഞ പോലെ ആയിപ്പോകും. ദലൈലാമ പിന്നെയും ഒരിടത്ത് തന്നെ ജനിക്കുന്നു. ഇതെങ്ങനെ പറ്റുന്നത്? ഇറ്റ്സ് എ മോക്കറി ഓഫ് റീഇൻകാർണേഷൻ. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി എല്ലാം പറഞ്ഞ ആ തിയറിയെ പറ്റി, അദ്ദേഹം നല്ല മനുഷ്യനാണ്, എനിക്ക് വളരെ റെസ്പെക്റ്റ്. അതുപോലെ നേരത്തെ പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്, ജെന്യുവിനായിട്ടുള്ള സന്യാസിമാരെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. പക്ഷേ അത് അറിഞ്ഞുകൂടാ, ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ എന്താ പറഞ്ഞു? അപ്പോൾ മേ ബി ഏതെങ്കിലും ജന്മത്തിൽ വേറെ ഇൻഫ്ലുവൻസസ് കാണും. അതുകൊണ്ട് അത് യങ് ഏജിൽ തന്നെ അതങ്ങോട്ട് മാനിഫെസ്റ്റഡായി അങ്ങനെ മാറിയതും ആകാം. ഇൻ്റലക്ച്വലായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഞാനൊരു 8 വയസ്സ് അല്ല ഒരു 12 വയസ്സൊക്കെ ആയപ്പോൾ, എനിക്ക് തോന്നുന്നു 8ാമത്തെ വയസ്സിൽ ബാബാജി തലയിൽ കൈവച്ച സമയത്താണ് കുറച്ച് ചേഞ്ച് ഉണ്ടായത്. അദ്ദേഹം ഇങ്ങനെയൊന്നും പറഞ്ഞില്ല, ചേഞ്ച് ചെയ്യണോ ഒന്നോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ക്വസ്റ്റ്യൻ ചെയ്ത് കണ്ടുപിടിച്ച് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രീം ഉണ്ടെങ്കിൽ അത് പഴയ ഏൻഷ്യൻ്റ് ഹിന്ദു സ്ട്രീമാണ്. ഉപനിഷത്തെടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം ഡയലോഗാണ്. നീ ഇത് വിശ്വസിക്കണം എന്നാരും പറയുന്നില്ല. തമ്മിൽ ഡയലോഗ് നടത്തിയിട്ടല്ലേ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ മെയിനായിട്ട് അതിൻ്റെ കാരണം ചോദിച്ച് ഡയലോഗ് നടത്തി, സംവാദം നടത്തി ആൻസർ ചെയ്യുന്ന ഒരു സ്ട്രീം ഞാൻ കണ്ടത് ഇതാണ്. ഹിന്ദുയിസം തരുന്ന ഒരു ഫ്രീഡം ആണോ അതിലേക്ക് അട്രാക്ട് ചെയ്തത് മറ്റു മതങ്ങളെ? അതുകൊണ്ടാണ് എനിക്ക് പേടി. ഹിന്ദുയിസത്തിന് ടാലിബൈസ് ചെയ്തു കഴിഞ്ഞാൽ നശിച്ചു പോകും ലോകം. ടാലിബാനൈസ് ചെയ്താൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ ഹിന്ദുയിസം താങ്കൾക്ക് അട്രാക്ട് ചെയ്യപ്പെട്ട ഒരു ഫാക്ടർ ഈ ഫ്രീഡം ആണ്. അത് ഹിന്ദുയിസത്തിന് ഏറ്റവും വലിയ ശാപമായിട്ട് പറയുന്നത് അതിൻ്റെ ഒരു കാസ്റ്റിസം ആണ്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് എനിക്ക് തോന്നുന്നത് ഈ കാസ്റ്റിസം വളരെ ലേറ്റായിട്ടാണ് വന്ന് കയറിയത് ഇതിനകത്ത്. ഐ ഡോണ്ട് തിങ്ക് ഇപ്പം ഞാൻ ചോദിക്കാം, ഈ ബ്രഹ്മസൂത്രം, മഹാഭാരതം, ഇതെല്ലാം ആരാണ് അതിൻ്റെ ഓഥർ? വേദവ്യാസൻ്റെ അമ്മ ആരാണ്? ഫിഷർ വുമണാണ്. രീതിയിലാണ് ജഡ്ജ് ചെയ്യേണ്ടത്, അല്ലാതെ ബൈ ബർത്ത് ജഡ്ജ് ചെയ്താൽ. ഇപ്പം എത്രയോ ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്.
പക്ഷേ അവരുടെ ജീവിതത്തിൽ രീതി കണ്ടു കഴിഞ്ഞാൽ ടോട്ടലി വേഴ്സ് ദാൻ എനിബഡി എൽസ്. ഉണ്ടാവും, പക്ഷെ അന്നത്തെ കാലത്തെ പരിപാടിയാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ മനുസ്മൃതി ഇന്ന് നടക്കുന്നുണ്ട്, മനുസ്മൃതി, അംബേദ്കർ. മനുസ്മൃതിയിൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ഗുണം എന്തൊക്കെയാണ്? സത്യം പറയും, വേറെ ജീവികളെ കൊല്ലുകയില്ല, സത്യം പറയും, സത്യാന്വേഷണത്തിന് വേണ്ടി, പ്രോഫിറ്റിന് വേണ്ടിയല്ല ജീവിക്കുന്നത്. ഇതൊക്കെയാണ് ബ്രാഹ്മണ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ബൈ ബർത്ത് ഒരു ബ്രാഹ്മണനെ മനുസ്മൃതി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ബ്രാഹ്മണ ബന്ധു എന്നാണ്. ബന്ധു ബ്രാഹ്മണനല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് ഇപ്പം അത് നോർമലാണ്. ഇപ്പം ഞാൻ പറയാം, കാസ്റ്റ് സിസ്റ്റം. ഒരു ഫിലിം ആക്ടർ ഉണ്ടെന്ന് വെച്ചോളൂ, നല്ല ഫിലിം ആക്ടർ. നല്ലതെന്ന് പറഞ്ഞാൽ ഫേമസ് ആയാൽ, നല്ലവർ തന്നെ ഫേമസ് ആവണമെന്നില്ല, ഫേമസ്. അപ്പോൾ അവർ കുട്ടികളെ അവർ ഫിലിമിലേക്ക് വിടും, അല്ലേ? അവർ ഫിലിമിലേക്ക് കുട്ടികളെ വിട്ടാൽ അവർ പിന്നെ വലിയ ആക്ടറാണെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ അതിൻ്റെ അർത്ഥം ഇയാളുടെ മകനല്ലാതെ വേറെ നല്ല ആക്ടേഴ്സ് പുറത്തില്ല എന്നല്ല അർത്ഥം. ചിലപ്പോൾ വെളിയിൽ ഒരുപാട് ആളുകൾ കാണും ഇതിനെക്കാട്ടും, പക്ഷേ ഇയാൾ ആക്ടറായി, അതൊരു കാസ്റ്റായി. ഒരു പ്രൊഫഷനിൽ നമ്മൾ കയറുമ്പോൾ നമുക്ക് ഒരുപാട് ലോറൽസൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എൻ്റെ കുട്ടികളും അതുപോലെ ആകട്ടെ എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ അത് കാസ്റ്റായി. അപ്പോൾ ബിസിനസ്സിലും എല്ലാ കാര്യത്തിലും ഈ കാസ്റ്റ് സിസ്റ്റം അല്ല, ബട്ട് സിമിലർ ഒരു സിസ്റ്റമുണ്ട്. അത് ഇതിലും വന്നു ആണ് പ്രശ്നം. കാരണം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലി റെസ്പെക്റ്റഡ് ആണ്. അപ്പോൾ എൻ്റെ മകനും അതെ, ഗുണം മാറിയിട്ട് ഒരു ഹെറിഡിറ്ററി ആയിട്ട് മാറി. ഗുണമനുസരിച്ചാണ് വർണ്ണാശ്രമ സിസ്റ്റം. അതാണ് ഞാൻ ചോദിക്കാം. ഈവൻ ദ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്നത് ഹിന്ദു സിസ്റ്റമിൽ പ്രീസ്റ്റ്ഹുഡ് ഉണ്ടായത് എങ്ങനെയാണ്? നോർമൽ മനുഷ്യരെ, ഗൃഹസ്ഥരും, സന്യാസിയല്ല, ഗൃഹസ്ഥന്മാർ, അവർ തന്നെത്താൻ എങ്ങനെയാണ് ഹോമം ചെയ്യുന്നത്, രാവിലെ അഗ്നിഹോമം എങ്ങനെ, ഇതെല്ലാം മറന്നുപോയി. അപ്പോൾ ഒരു പ്രീസ്റ്റിൻ്റെ ആവശ്യം വന്നു. പക്ഷെ അങ്ങ് ഈ പറഞ്ഞതിനൊരു വിരുദ്ധമായ ഒരു സാധനം കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞപ്പോൾ ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടറാവാം, സിനിമാ നടന്മാരുടെ മക്കൾ സിനിമ ആവാം. പക്ഷേ ഇപ്പൊ ശബരിമല ക്ഷേത്രം എടുക്കുക, അവിടെ ഒരു ദളിതന് ഇപ്പോഴും പൂജാരിയാകാൻ കഴിയില്ല. ആർക്ക് ഒക്കില്ല, കഴിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നേരത്തെ സിത്താര പറഞ്ഞതുപോലെ ജാതി വ്യവസ്ഥയാണ്. അതെങ്ങനെയാ? അത് ഒന്നും ചെയ്യാൻ പറ്റും. ഞാൻ അത് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തീരും. അല്ല, ഞാൻ ഒരു ആത്മീയാചാര്യൻ എന്നുള്ള നിലയിൽ അഭിപ്രായം ചോദിച്ചതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ശ്രീനാരായണ ഗുരുവിടെ ആശ്രമങ്ങളുണ്ടല്ലോ, അവിടെ നോൺ ബ്രാഹ്മിൻസിനും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, പൂജ ചെയ്യാനുമല്ല ഉണ്ട്. ഒരു കാലത്ത് അത് മാറ്റണം. എന്നുവെച്ചാൽ ബൈ ബർത്ത് ഒരാൾ ബ്രാഹ്മണനാണെങ്കിൽ ബ്രാഹ്മണ ഗുണം തന്നെ ആയിട്ടാണോ ജീവിക്കുന്നതെന്ന് ചോദ്യമാണ്. അവിടെ ഇരിക്കുമ്പോൾ ശരി, റീസ്റ്റാർട്ട്. അപ്പോൾ നാച്ചുറലായിട്ട് അവർക്ക് അതിനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ അങ്ങനെ അല്ലായിരിക്കും. ബാക്കിയുള്ളതിനുള്ള ക്വാളിഫൈ ചെയ്യണം. ചെയ്താൽ അത് നമുക്ക് അത്ര എളുപ്പം മാറ്റാൻ ഉണ്ടാവാം. ജനറ്റിക്കായിട്ട് ഉണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് എന്തുകൊണ്ടാണ്? വർഷങ്ങളായിട്ടത് പ്രാക്ടീസ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് ആ ഗുണം. ഇപ്പം നമ്മൾ ചേഞ്ച് ചെയ്താൽ ബാക്കിയുള്ള അതിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞങ്ങൾ നേരത്തെ വിശദീകരിച്ചു. ബട്ട് സ്റ്റിൽ ഈ ശ്രീ എന്ന് പറയുക അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീ രവിശങ്കർ എന്ന് ഉപയോഗിക്കും. നമുക്ക് ഒന്നേ ഉള്ളൂ. അല്ല, ഇതൊക്കെ ഈ പറയുന്ന ആൾദൈവമാക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ്. ആണ്. ഈ ഒരു ശ്രീയിലാവില്ല. കാരണം നമ്മുടെ എന്ന് വിളിക്കാൻ ആരും തയ്യാറല്ല. എല്ലാവരും ശ്രീ എന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ മിസ്റ്റർ എന്ന് പറയുന്നതിനെക്കാട്ടും ശ്രീ എന്ന് പറയുന്നത് ശ്രീമാൻ എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ശ്രീ. അത് വേണമെങ്കിൽ പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടായിന്ന്. ഒരു റോയൽ ഫാമിലിയിൽ ഒരു ആളുണ്ടായിരുന്നു ഡൽഹിയിൽ. അവരാണ് ആദ്യമായിട്ട് തന്നെ മിസ്റ്റർ എം എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ നീസ്, അവരും റോയൽ ഫാമിലിയാണ്, മയൂർഭഞ്ച്. അവർ പറഞ്ഞു, ആൻറ്റി അങ്ങനെ പറയരുത്, മിസ്റ്റർ എം എന്ന് പറഞ്ഞാൽ ശ്രീ എം എന്ന് പറഞ്ഞൂടെ.
അപ്പോൾ അവരാണ് എന്നെ ആദ്യ ശ്രീയെന്ന് വിളിച്ചത്. അത് ഇറ്റ് ഗോട്ട് സ്റ്റക്ക്, അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഞാനതങ്ങനെ ഒരു പേര് വേണമെന്ന് പറഞ്ഞതുമല്ല, ഒന്നുമല്ല. പിന്നെ ഇപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്, അതൊരു പെന്നയുമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. From your autobiography, there is this looming character of Mahavatar Babaji, and we've heard a lot about film stars, corporates, Steve Jobs, Rajnikant. He's quite a popular figure, and people say he's like thousands of years old, and he taught Shankaracharya Hatha Yoga. അപ്പോൾ അതൊരു മിസ്റ്റിസിസവും ഒരു വണ്ടർമെൻറ്റും ഒക്കെ അതിൽ അസോസിയേറ്റഡ് ആണ്. My question is he still there in the astral? People say that he's still there, and you seem to have seen him also. Is it really true that he's still there? I can tell you one thing. The days when I was a sadhak, ഞങ്ങൾ ശ്രീ ഗുരു ബാബാജി എന്നാണ് ഞങ്ങളുടെ പരമ്പരയിൽ പറയുന്ന, മഹാവതാർ എന്നല്ല. ഹി വാസ് നോട്ട് സോ പോപ്പുലർ. ബാബാജി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഫാദർ എന്നുള്ള അർത്ഥമേ ഉള്ളൂ, ബാബ അല്ലേ. അത് ആക്ച്വലി പലർക്കും അറിയില്ല. ബാബ എന്നുള്ള വേർഡ് ടർക്കിയിൽ നിന്ന് വന്നതാണ്. ബാബാഗൻ എന്ന് പറഞ്ഞ് കുറേ സെയിൻസ് സൂഫീസ് ഒന്ന് അവരെ ബാബ എന്ന് പേര് വെച്ചു. എന്ന് വെച്ചാൽ അച്ഛൻ. ക്രിസ്ത്യൻ ചർച്ചിൽ പറയില്ല അച്ഛൻ, പ്രീസ്റ്റിന്, അതുപോലെ. അപ്പോൾ അത് മാത്രമല്ല, സിറിയൻ ക്രിസ്ത്യൻ ചർച്ചിൽ ബാബ തിരുമേനി എന്ന് തന്നെ പറയുന്നത്, ഹെഡിന്. അപ്പോൾ അങ്ങനെ ഒരു ബീയിങ് ആണ് എന്ന് ഞങ്ങളുടെ വിശ്വാസം. അവിടെ നിന്ന് നെക്സ്റ്റ് ചോദ്യം, ഇപ്പോഴും ഉണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ശ്രീ ഗുരു ബാബാജി എന്ന് പറയുന്ന ബീയിങ് ഇങ്ങനെ പല കഥകളും എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ ജനിച്ചെന്നോ പറങ്കിപ്പേട്ടയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല കഥ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ പരമ്പരയിൽ അദ്ദേഹം ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. ഹ്യൂമൻ ബീയിങ് ആരാണെങ്കിലും ജനിച്ചാൽ മരിക്കണം. കായകൽപ്പം കൊണ്ട് കുറച്ച് സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കും, പക്ഷേ നിർത്താൻ പറ്റില്ല. ദിസ് ഈസ് എ ബീയിങ് വാസ് നോട്ട് ബോൺ ഫ്രം ദ വൂംബ് ഓഫ് എ മദർ. ഒരു സ്പിരിച്വൽ ബീയിങ് ആണ്. അദ്ദേഹത്തിൻ്റെ രൂപം ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മായാവി രൂപമാണ്. ഒരു ഫങ്ഷനാലിറ്റിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു ബോഡിയാണ്, ഒരു മായാരൂപമാണ്. അത് എപ്പോൾ അദ്ദേഹത്തിന് തോന്നുമ്പോൾ അതിന് റിസോൾവ് ചെയ്യും. വി കനോട്ട് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഇപ്പോഴും ഉണ്ട്.